കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 8-ാം വാക്യം മുതലാണ് സംസാരിക്കുന്നത്. നമ്മുടെ എഫെസ്യ ലേഖനത്തിൽ പ്രധാനമായിട്ടും കാണുന്നത് ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെക്കുറിച്ചാണ് ഇത്രയും കേട്ടത്. ഈ 4-ാം അധ്യായം മുതൽ ഇതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. 7-ാം വാക്യം പറയുന്നത്, എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപ ലഭിച്ചത് ദൈവം നമുക്ക് തരുന്ന ദാനമാണ് ദൈവകൃപ. ആ കൃപ ലഭിച്ചത് ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനം എന്ന നിലയിലാണ്. അതിനർത്ഥം ഓരോരുത്തർക്കും കൃപ നൽകുന്നത് കർത്താവാണ്. അതവന്റെ പരമാധികാരമാണ്. അത് എത്ര നൽകണമെന്നും ഏത് നൽകണമെന്നും തീരുമാനിക്കുന്ന ദൈവമാണ്. അപ്പോൾ കൃപകളുടെ വിതരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രിറോഗേറ്റീവാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വാക്യം, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഇത് ശരിക്കും ഒരു യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അതുപോലെ പറയാൻ വേണ്ടിയല്ല. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സ്വർഗത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ഈ ഒരു പ്രയോഗം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഇത് നമുക്ക് ഈ 68-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അവിടെ ഒരു യുദ്ധം ജയിക്കുന്ന ഒരു രാജാവിൻ്റെ എന്താ പറയുന്നത്, നമുക്ക് നോക്കാം. 68-ാം സങ്കീർത്തനത്തില് ആ രാജാവ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ അത് ആ ഒരു സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ രാജാവ് എങ്ങനെയാണ് അവൻ ജയിച്ചു കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. 6-ാം വാക്യം, ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. ഓക്കെ, അതിന് താഴോട്ട് വായിക്കുമ്പോൾ 18-ാം വാക്യം, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരങ്ങളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. അത് ഈ വാക്യങ്ങൾ 68-ാം സങ്കീർത്തനത്തിൽ ത്രൂ ഔട്ട് കിടക്കുന്ന വാക്യങ്ങൾ ഒന്നിച്ചു ചേർത്താണ് അവിടെ പൗലോസ് ഒരു കൊട്ടേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിനർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും നമ്മൾ ഒരു യുദ്ധത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ വാക്യങ്ങൾക്ക് 68-ാം അധ്യായം വായിക്കുമ്പോൾ ഉണ്ട്. യുദ്ധത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജയിക്കുന്നയാള് വളരെയധികം കൊള്ള പങ്കിട്ട് അത് എവിടെ നിന്നോ കിട്ടിയതാണെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഇതൊരു അനാലജി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്രൂശിലെ ജയാളിയായ കർത്താവ് അവന് ലഭിച്ച ദാനങ്ങളെ, അവന് ലഭിച്ച അവകാശത്തെ അവന്റെ ജനത്തിന് ദാനമായി നൽകി എന്നുള്ളതാണ്. അതായത് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ഇരുട്ടിന്റെ ശക്തികളോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ജയാളിയായ കർത്താവ് അവന് ലഭിച്ച സ്പോയിൽസ്, അവന് ലഭിച്ച ജയാളി എന്ന രീതിയിൽ അവന് ലഭിച്ച ധനത്തെ അവന്റെ മക്കൾക്ക്, അവന്റെ ജനത്തിന് ഇഷ്ടം പോലെ വിതരണം ചെയ്തിരിക്കുന്നുള്ളതാണ് അവിടെ കുറിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. അതായത് ദൈവമായ കർത്താവ് ആ ക്രൂശ് മരണത്തിൽ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അതായത് ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് ഇറങ്ങി ഇരുട്ടിന്റെ അധികാരത്തെ നേരിട്ട് അവൻ ജയിച്ച് ജയാളിയായ കർത്താവ് ആ ജയത്തിന്റെ ഭാഗമായി അവന് ലഭിച്ച അനുഗ്രഹങ്ങളുടെ പങ്കുവെക്കലുകളാണ് ആത്മാവിലൂടെ ഓരോ മനുഷ്യർക്കും നൽകുന്നത്. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദാനമാണ് ആത്മാവ് നമുക്ക് തരുന്ന ഓരോ കൃപാവരങ്ങളും. അപ്പോൾ ആ ഒരു കൊള്ള പങ്കിട്ട് ലഭിച്ച ഒരു അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. യെശയ്യാവിന്റെ 53-ലും അവന്റെ മരണത്തിൽ അവൻ ധനവാന്മാരോടൊപ്പമായിരുന്നു എന്ന്, വലിയ ധനികനായിരുന്നു കാണിക്കുന്നുണ്ട്. അപ്പം ഹി ബിക്കെയിം റിച്ച് ഇൻ ഗ്ലോറി ബൈ ഹിസ് ഡെത്ത്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് തരാനുള്ള ധനത്തെ അവൻ അധ്വാനത്താൽ, അവന്റെ യുദ്ധത്താൽ അവൻ സമ്പാദിച്ചതായിട്ടാണ് ഈ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവ് അന്ധകാരത്തെ തോൽപ്പിച്ച് ജയാളിയായി ആ ജയത്തിന്റെ പങ്കാളിത്തം നമുക്കവൻ നൽകുകയായിരുന്നു എന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ അന്ധകാരത്തെ ജയിക്കുന്ന
അന്ധകാരത്തെ തോൽപ്പിച്ച് കളയുന്ന പ്രകാശത്തിന്റെ വിജയമാണ് നമ്മൾ ഈ എഫെസ്യ ലേഖനത്തിൽ ആ പറയുന്ന വാക്യങ്ങൾ നമുക്ക് സൂചന നൽകുന്നത്. ഓക്കെ, മുമ്പോട്ട് വരുമ്പോൾ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാവുന്നു. അപ്പോ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ he who descended is the one who also ascended far above all heavens that he might fill all things. അപ്പോൾ സ്വർഗം നമ്മളെ കൊണ്ട് നിറയ്ക്കേണ്ടതിന്, നമ്മിൽ ക്രിസ്തുവിൻ്റെ ധനത്തെ നിറയ്ക്കേണ്ടതിന്, ഭൂമിയിൽ നീതിമാന്മാരെ കൊണ്ട് നിറയ്ക്കേണ്ടതിന്, അങ്ങനെ എല്ലാറ്റിലും നിറവുണ്ടാകേണ്ടതിന്, സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പൊ സഭയ്ക്ക് ഫുൾനെസ് നൽകുന്നത്, നിറവ് നൽകുന്നത് കർത്താവ് ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതും അവൻ അവിടെ നിന്ന് നമുക്ക് നല്ല ദാനങ്ങളെ നൽകുന്നു എന്നുള്ളതും സഭയ്ക്ക് ക്രിസ്തുവിന്റെ നിറവ് നൽകുന്ന ഒരു കാര്യമാണ്. സകലത്തെയും നിറയ്ക്കേണ്ടതിന്. നമ്മൾ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിച്ചപ്പോഴും ഈ നിറവിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും 3:19 പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മിൽ ദൈവത്തിന്റെ ധനത്തെ നിറയ്ക്കുവാനും ആ നിറവ് സകലത്തെയും നിറയ്ക്കുന്ന കർത്താവിന്റെ ധനം, സമൃദ്ധി അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ അർത്ഥമായിട്ട് വരുന്നത്. സ്വർഗാദി സ്വർഗത്തിന് മീതെ അവൻ കയറിയത് ഇവിടെയുള്ള നമ്മെ അവന്റെ ധനത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്, ആ കൊള്ള പങ്കിട്ട് നൽകുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഈ ഉയരത്തിലേക്കുള്ള കർത്താവിന്റെ യാത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ നിറവ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള നിറവാണ്. അവൻ സ്വർഗാദി സ്വർഗത്തിൽ കയറി. അവൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പൊ കാര്യസ്ഥനെ അയക്കുന്നത് സ്വർഗാദി സ്വർഗത്തോളം കർത്താവ് കയറിയിട്ടാണ്. അപ്പോൾ ആ അധികാരത്തിലാണ് ഇവിടെ സകലത്തെ നിറയ്ക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ നിറവിനാൽ നിറഞ്ഞു വരുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് നല്ല ദാനങ്ങളെ നൽകുന്നത് കൊണ്ടാണ്. അവൻ ഈ അന്ധകാരത്തെ ജയിച്ച് അവൻ നേടിയ സമ്പാദ്യമാണ് അവൻ നമുക്ക് വിതരണം ചെയ്യുന്നതെന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇത് ഓരോ കൃപാവരവും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഓരോ കൃപാവരവും, അതായത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇതെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇതെല്ലാം ലഭിക്കുന്നത് കർത്താവിന്റെ അധികാരത്തിൽ നിന്നും അവന്റെ ധനത്തിൽ നിന്നുമാണ്. ഇത് മാനുഷികമല്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനമൊക്കെ തുടങ്ങുമ്പോൾ പൗലോസ് പറയുന്നത് ദൈവത്താൽ, മനുഷ്യരാൽ അല്ലാത്ത അപ്പോയിന്റ്മെന്റ്, അപ്പോസ്റ്റോലിക് അപ്പോയിന്റ്മെന്റ്. He became an apostle not by the will of man, not by his own will. ദൈവം അവന് നൽകിയതാണ്, ദാനമാണ്. ഓരോ ശുശ്രൂഷയും ദൈവത്തിന്റെ ദാനമാണ്. അപ്പോസ്തലിക ശുശ്രൂഷകളെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ട ശുശ്രൂഷകൾ സഭയെ നിറയ്ക്കുന്നവനായ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഒരു സഭയിൽ അടിസ്ഥാനപരമായി 5 മിനിസ്ട്രീസ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാർ. ഈ 5 ആത്മാവിന്റെ ദാനങ്ങൾ ഒരു സഭയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് ഈ 5 ശുശ്രൂഷകളിലൂടെയാണ്. ഒരു സഭ ഈ 5 ശുശ്രൂഷകളാലും സമൃദ്ധമായിരിക്കണം. അത് ദൈവത്തിന്റെ നിറവ് എന്ന് പറയുന്നത് അവൻ ശുശ്രൂഷാ സ്ഥലത്തിൽ ഈ രീതിയിലാണ് വിതരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും കാണുന്ന ഒരു സഭയിൽ ഒരു ഉപദേശി പ്രൊമിനന്റ് ആവുകയും ബാക്കിയുള്ളവർ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ ആ ഒരു മനുഷ്യൻ ആണ് സകലതും നിയന്ത്രിക്കുന്നത് എന്നുള്ള അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സകല കൃപാവരങ്ങളിലും തികഞ്ഞവരാകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു സഭയ്ക്ക് നിറയാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളാലും നിറയാൻ ഒരു സഭയ്ക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഓരോ തരം ശുശ്രൂഷകളും, ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഉപദേഷ്ടാക്കന്മാര്, ഇടയന്മാര്, സുവിശേഷകന്മാർ,
ഇന്ന് സുവിശേഷം പറയുന്ന ആൾ തന്നെ ഇടയനും ഇടയൻ തന്നെ ഉപദേഷ്ടാവുമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം, ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും അതിലൊന്നും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിലൊന്നും പെർഫെക്റ്റ് ആവാൻ സാധിക്കില്ല. ദൈവം വിളിച്ചിട്ടുള്ള ഒരെണ്ണത്തിലേ അവർക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചെയ്യാം എന്നുള്ളൂ. ഉദാഹരണത്തിന് ഒരു ഉപദേഷ്ടാവ്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കോൾ എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടാവിൻ്റെ കോളാണ്, മിനിസ്ട്രിയാണ്. പക്ഷേ ഈ ഉപദേഷ്ടാവും ബേസിക്കലി ഒരു ഇടയനാണ്, പക്ഷെ ഇടയൻ എന്ന ഓഫീസ് എനിക്കില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം പറയുകയും ചെയ്യണം, സുവിശേഷം പറയുന്നുണ്ട്, അപ്പൊ അതും എനിക്ക് ചെയ്യാം, പക്ഷെ സുവിശേഷകൻ എന്നുള്ള ഓഫീസ് എനിക്കില്ല. ഓക്കെ, അപ്പോൾ സുവിശേഷകൻ എന്നുള്ള ഓഫീസ് എനിക്കില്ല, എന്നാൽ സുവിശേഷം പറയുന്നുണ്ട്. അതുപോലെ ഉപദേഷ്ടാവ് ഇടയനുമാണ്. ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇടയന്റെ ഓഫീസ് നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെയധികം കൃപ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ എല്ലാം ഉപദേഷ്ടാവായിരിക്കാനും ഓരോന്നും ഉയരത്തിൽ നിന്നുള്ള കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഇടയനായിരിക്കുക എന്ന് പറയും, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ ഉപദേഷ്ടാവ് എന്നുള്ള കൃപാവരമാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ ഒരു ഇടയന്റെ ശുശ്രൂഷ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം കർത്താവ് പല ആളുകളെയും എൻ്റെ അടുത്തേക്ക് വിടും. അത് എന്തിനാ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ശുശ്രൂഷ അവർക്ക് ആവശ്യമായിരിക്കാം. അതെല്ലാം കർത്താവിൻ്റെ ആളുകൾ തന്നെയാണ്. പക്ഷെ ഒരു ഓഫീസിൽ, ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ള ഒരു ഓഫീസിൽ എനിക്ക് ഇരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അവിടെ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷെ അതേ സമയത്ത് ആളുകളെ മെന്റർ ചെയ്യാൻ എനിക്ക് കഴിയും. ദൈവം എൻ്റെ അടുത്ത് വിടുന്നവരെ മെന്റർ ചെയ്യാൻ എനിക്ക് പറ്റും. അപ്പൊ എൻ്റെ അടുത്ത് വരുന്നവർ ആരാണെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സുവിശേഷത്തിലും ഇപ്പൊ നമ്മുടെ സഭയിൽ തന്നെ മൂപ്പന്മാരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മെന്റർ ചെയ്യാവുന്ന ചില ആൾക്കാർ അതിൻ്റെ കൂടെ കാണും. അത് എങ്ങനെ പറയുന്നത്, ഇപ്പൊ ഒരു സഭയിൽ 4 or 5 എൽഡർമാരുണ്ടെങ്കിൽ അവർ ഓരോരുത്തരോട് അടുപ്പം ഉണ്ടാകുന്ന സഹോദരങ്ങളോട് ഉണ്ടാകാം. പക്ഷെ സഭയുടെ ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാവരെയും ബാലൻസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിഫറെന്റ്. അതൊരു പ്രത്യേക ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ ഒരു കൃപാവരമാണ്, ഈ ശുശ്രൂഷയും കൃപാവരമാണ്, എല്ലാം. അതേസമയത്ത് സുവിശേഷം പറയാൻ നമുക്കൊരു അവസരം കിട്ടിയാൽ സുവിശേഷം പോയി പറയാം. പക്ഷെ സുവിശേഷകനായ ഒരു വിളി ഒരാൾക്കുണ്ടെങ്കിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് എന്തുകൊണ്ട് വ്യത്യാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നതിനകത്ത് എഫക്റ്റീവ്നെസ് കൂടുതലുണ്ടെന്ന് മാത്രമല്ല, അവർ പറയുന്നത് അധികാരത്തോടു കൂടിയും അടയാളങ്ങളോടുകൂടിയായിരിക്കും. അതായത് നമ്മൾ ഇന്ന് രോഗശാന്തിയെക്കുറിച്ചും ഭൂതങ്ങൾ ഓടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പം അത് ശരിക്കും സുവിശേഷകന് ലഭിക്കേണ്ട കൃപാവരമാണ്, അധികാരമാണ്. ഇപ്പൊ ഭൂതങ്ങളെ ആർക്ക് വേണ്ടി ഓടിക്കാം, രോഗികൾക്ക് വേണ്ടി ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. പക്ഷെ സുവിശേഷകനെ സംബന്ധിച്ച് അത് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങളൊരു അവിശ്വാസിയുടെ വീട്ടിൽ ചെന്ന് കയറുന്നു, അവിടെ രോഗിയായ ഒരാൾ കിടക്കുന്നു, അവർക്ക് ദൈവത്തെ അറിയില്ല. അവിടെ ആ രോഗി സൗഖ്യമായേ പറ്റുള്ളൂ, സൗഖ്യമാകണം. അല്ലെങ്കിൽ അവിടെ ഒരു ദുരാത്മാവ് ബാധിതനായ ഒരാളുണ്ട്, രോഗി സൗഖ്യമായില്ലെങ്കിൽ അവർക്ക് വിശ്വാസത്തിൽ വരാം. പക്ഷെ ദുരാത്മാവ് ബാധിച്ച ഒരാൾ എങ്ങനെ വിശ്വാസത്തിൽ വരും? അപ്പോൾ അവിടെ ദുരാത്മാവിനെ പുറത്താക്കാൻ അധികാരമുള്ള ഒരാളെയാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് വിടുന്നത്. അതുകൊണ്ട് സുവിശേഷകനായിട്ടൊരു ഭവനത്തിലേക്ക് ചെല്ലുന്ന ആള് ശരിക്കും സുവിശേഷകൻ എന്നുള്ള ശുശ്രൂഷാവരത്തിന്റെ കൂടെ ലഭിക്കുന്ന അധികാരം കൂടിയാണ് ഈ രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും ഞാൻ നിങ്ങളെ പറഞ്ഞു വിടുന്നു എന്ന് പറയുന്നത്. ദാറ്റ്സ് ബീയിങ് സെൻഡ് ബൈ ഗോഡ് ടു ബ്രിങ് പീപ്പിൾ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് പ്രൈമറിലി ഒരു സുവിശേഷം ചെയ്യുന്നത്. അതേസമയത്ത് ഒരു ഉപദേഷ്ടാവായ എനിക്കും സുവിശേഷം പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒരു ഭവനത്തിൽ പോയി സുവിശേഷം പറയാൻ കർത്താവ് സാധിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പോയി, ഇപ്പൊ ഭവനങ്ങളിൽ പോകാന്നൊന്നും പറയുന്നത് എളുപ്പമൊന്നുമല്ല. ഓക്കെ, എങ്കിലും കർത്താവ് അങ്ങനെ ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു തെലുങ്ക് സംസാരിക്കുന്ന ഒരാളോട്. അപ്പൊ തെലുങ്ക് എനിക്ക് ശരിക്കും അറിയില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് തെലുങ്ക് കുറച്ചുകൂടെ അറിയും. സോ ഞങ്ങൾ രണ്ടുപേരുടെ മാനേജ് ചെയ്ത് അത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഒരു സുവിശേഷകൻ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഞാനും പറഞ്ഞേ പറ്റൂ. അപ്പൊ എല്ലാ ശുശ്രൂഷകളും എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകൾ ചെയ്യുമ്പം അതിന് വ്യത്യാസമുണ്ട്.
അത് അധികാരം അതിനകത്ത് കൂടുതലുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ ശുശ്രൂഷകരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം പർട്ടിക്കുലർലി എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, എന്താണ് എൻ്റെ ശുശ്രൂഷ. ആ ഒരു ശുശ്രൂഷ, ആ പ്രൈമറി ഓഫീസ് ഒരിക്കലും കോംപ്രമൈസ്ഡ് ആകാൻ പാടില്ല. അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെയും പ്രൈമറി ഓഫീസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരെ അനുവദിക്കണം, ബാക്കിയുള്ളവരെ. ഒരു ഇടയനാകാനും, ഓക്കെ, ഇടയ ശുശ്രൂഷ വരമുള്ള ഒരാള്, ആളുകളെ കുറിച്ച് ഭാരമുള്ള ഒരാള് ആ ഇടയ ശുശ്രൂഷ ചെയ്യുവാനും സുവിശേഷം പറയാനുള്ള ആ ഒരു പ്രവണത, അല്ലെങ്കിൽ എന്താ പറയുക, അതിനുള്ള ആവേശം കൊടുത്ത്, അതൊരു കൃപാവരമാണ്. ആ ആവേശമുള്ള ആളുകളെ അതിന് പ്രോത്സാഹിപ്പിക്കണം. ഓരോ മൂപ്പന്മാർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ വരങ്ങൾ വ്യത്യസ്തമായിരിക്കണം. ആ ശുശ്രൂഷ വരങ്ങളെല്ലാം നമ്മുടെ സഭകളിൽ ഉണ്ടാവുകയും വേണം. അപ്പോൾ കാർഡിനലി അവിടെ ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, കാർഡിനൽ പ്രോബ്ലം ഇതാണ്: അപ്പോസ്തലന്മാരിന്ന് എവിടെ, പ്രവാചകന്മാരിന്ന് എവിടെ എന്നുള്ളതാണ്. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ദൈവാത്മാവ് നൽകുന്ന കൃപാവരമായി പ്രവചനമുണ്ട്. അത് ഇന്നും സഭകളിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ കുറവാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരെക്കാളും മനുഷ്യരുടെ ഹിതത്തെ താലോലിക്കുന്ന, അവയെ പാമ്പർ ചെയ്യുന്ന ശുശ്രൂഷകരാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പ്രവാചകന്മാരുടെ ഇടയിൽ വളരെ കുറവാണ്. കർത്താവിന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നവർ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രവചിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വളരെ ശക്തമായ പ്രവചനം. ആ പ്രവചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്, പക്ഷെ അത് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് കടന്ന ആളുകൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്നില്ല. പറയുന്ന എല്ലാം കറക്റ്റാണ്, ഒരാളെ വിവേചിക്കുന്ന കറക്റ്റാണ്. പാപം എവിടെ കിടക്കുന്നു, എന്താണ് പാപത്തിന്റെ റൂട്ട്, എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്, കറക്റ്റാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ തലത്തോട്ട് കടന്നു കഴിയുമ്പം നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഇന്നും ഉണ്ട്, സഭയ്ക്കകത്തുണ്ട്, ഉണ്ടാകണം. പക്ഷേ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രവാചകന്മാരല്ല. ഓക്കെ, സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപദേശങ്ങളെ നൽകാൻ അധികാരമുള്ള, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ അധികാരമുള്ള ശുശ്രൂഷകരാണ്. ഇവിടെ ക്രിസ്തു ഉയരത്തിൽ കടന്ന് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തുവിന്റെ ക്രൂശിന് മുൻപും ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും ദൈവത്തിന്റെ ശബ്ദം അതുപോലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാരെന്ന് പ്രസംഗിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ അവരെപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്ന വിഷയം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എന്താണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം? എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞ ക്രിസ്തു യേശുവാണെന്നും യേശു മരിച്ചുയർത്തെഴുന്നേറ്റെന്നും അത് പ്രവാചക വചനങ്ങളോട് ഒത്തിരിക്കുന്ന കാര്യമാണെന്നുമാണ് അവരെപ്പോഴും. പ്രവാചക വചനങ്ങൾ എന്ന് പറയുന്ന പഴയ നിയമ പ്രവചനങ്ങളെ കുറിച്ചായിരുന്നു. ഇതെല്ലാം ക്രിസ്തുവിന്റെ ദാനം തന്നെയാണ്. മോശ അനുഭവിച്ചത് ക്രിസ്തുവിന്റെ നിന്ദയാണ്. ദൈവത്തിൽ നിന്ന് നന്മ നൽകിയത് ക്രിസ്തുവാണ്. അവനിൽ നിന്ന് മാത്രമേ എല്ലാ നന്മകളും, പിതാവിന്റെ സ്വർഗത്തിലെ സകല നന്മകളും എല്ലാ കാലത്തും റിസീവ് ചെയ്യുന്നത് ക്രിസ്തുവിലൂടെയാണ്. പഴയ നിയമത്തിലും ക്രിസ്തുവിലൂടെ തന്നെയാണ് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലെ യെശയ്യാവിന് ഒരു പ്രത്യേക ശുശ്രൂഷ, പ്രവചനം നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തു ഡയറക്റ്റ് ആയിട്ടാണ്. യെശയ്യാവ് 6-ാം അധ്യായത്തിലാണ് യെശയ്യാവ് സ്പെസിഫിക് ആയിട്ട് മെസ്സിയാനിക് പ്രോഫസീസ് പറഞ്ഞു തുടങ്ങുന്നത്. 6-ാം അധ്യായത്തിലെ എക്സ്പീരിയൻസിന് ശേഷമാണ്. 7-ാം അധ്യായം മുതലാണ്. ആ മെസ്സിയാനിക് പ്രോഫസീസ് നൽകുന്നതിന് മുൻപ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നവൻ കാണുകയും പ്രത്യേകമായി ഒരു അരുളപ്പാട് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തു. ആ അരുളപ്പാട് പ്രാപിക്കുമ്പോൾ തന്നെ യെശയ്യാവിനോട് പറയുന്നുണ്ട്, നീ ഈ പ്രവചനമായിട്ട് പോകുമ്പോൾ സകലരുടെയും വായ അടഞ്ഞു പോകും, സകലരുടെയും ഹൃദയം കഠിനമായിട്ട്, അതായത് വിശ്വസിക്കാൻ പറ്റാതെ ആവും, കണ്ണുണ്ടെങ്കിൽ അവർ കാണുകയോ ചെവിയുണ്ടെങ്കിലും കേൾക്കുകയോ ഒന്നും ചെയ്യില്ല. അത്ര ഭയങ്കരമായൊരു ദൂതാണ് യെശയ്യാവിന്റെ കയ്യിലേക്ക് കർത്താവ് നൽകുന്നത്. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ യേശുക്രിസ്തു ആയിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ അത് എടുത്തു പറയാനുള്ളൊരു കാരണം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
അവന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയും കൂടെ നമ്മൾ വായിച്ചിട്ട് യോഹന്നാന്റെ 12:37 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവനെക്കുറിച്ച് സാക്ഷിച്ചുകൊണ്ടാണ്, അവനെക്കുറിച്ച് കണ്ടിട്ടാണ്, അവന്റെ തേജസ് കണ്ടിട്ടാണ്, അവനെക്കുറിച്ചാണ് ഈ വാക്യങ്ങൾ പറഞ്ഞതെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിന്റെ ദാനങ്ങളാണ് സഭയുടെ ഫൗണ്ടേഷൻ. അത് പഴയ നിയമ പ്രവാചകന്മാരാകാം, അരുളപ്പാടുകൾ നൽകുന്ന, അതായത് ഉപദേശങ്ങളെ നൽകുന്ന പ്രവചന വാക്യങ്ങളാകാം. പക്ഷെ വ്യക്തിപരമായി ആളുകളെ വിവേചിക്കുന്ന പ്രവചനങ്ങളല്ല. ഉദാഹരണത്തിന് എന്നെ നോക്കി ഒരാൾ പ്രവചിക്കുന്നു. ഇപ്പൊ അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരല്ല. അഗബോസിനെ പോലുള്ള പ്രവാചകന്മാർ സഭയുടെ അടിസ്ഥാനമല്ല, അത് സഭയ്ക്കകത്തുള്ള ഒരു ശുശ്രൂഷയാണ്. എല്ലാ സഭകളിലും അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരുണ്ടാകണം. ഫിലിപ്പോസിന്റെ 4 പെൺമക്കളെ പോലുള്ള പ്രവാചകന്മാരുണ്ടാകണം. അവര് പക്ഷെ നമുക്ക് ഉപദേശം, ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്നവരല്ല. അവര് ആളുകളെ വിവേചിക്കുകയും സാഹചര്യങ്ങളെ പറഞ്ഞു തരികയും എങ്ങനെ മുൻപോട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളതിന്റെ പരിജ്ഞാനത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തരികയും ചെയ്യുന്ന ശുശ്രൂഷകളാണ്. ഇതെല്ലാ സഭകളിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് പ്രവചനത്തിന്റെ, യഥാർത്ഥ പുതിയ നിയമ പ്രവചനത്തിന്റെ ആ ഒരു തലം പെന്തക്കോസ്തുകാരായാലും ഒരു 100, 110, 120 വർഷമായിട്ടും ആ ഒരു തലത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ത്യകാലത്ത് ദൈവം സകല മനുഷ്യരെ കൊണ്ടും പ്രവചിപ്പിക്കുന്ന ഒരു കാലം വരുമെന്ന് വിശ്വസിക്കുന്നു. പ്രവചനം ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് ഫൗണ്ടേഷണൽ പ്രോഫസീസ് അല്ല, അത് കൃപാവരങ്ങളാലുള്ള പ്രോഫസീസ് ആണ്. ഈ കൃപാവരങ്ങളാലുള്ള പ്രോഫസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത, അത് നമുക്ക് വിവേചിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം, കാരണം അതൊരു കൃപാവരമാണ്. അതിനകത്ത് ആ മനുഷ്യന്റെ വ്യാഖ്യാനവും കൂടെ ഒരുപക്ഷെ കടന്നേക്കാം. ഓക്കെ, അതുകൊണ്ട് ചില സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് കണ്ടാലും പറഞ്ഞു വരുമ്പോൾ അത് വേറെ, കാരണം അത് ഇപ്പിസിമ വെർബ എന്നാ പറയുന്നത് മറ്റ് പഴയ നിയമ പ്രവാചകന്മാർ. ദാറ്റ് മീൻസ് വെർബാറ്റിം, ദൈവം എന്തു പറഞ്ഞോ അതേ വാക്കുകൾ, അതേ അക്ഷരങ്ങൾ ആണ്. പുതിയ നിയമത്തിൽ അതൊരു കൃപാവരമായി വരുന്നു. ഈ കൃപാവരമായി വരുമ്പോൾ ഒരു മനുഷ്യൻ, ഇപ്പം ഉപദേഷ്ടാവിന്റെ കൃപാവരം എനിക്കുണ്ട്, പക്ഷെ ഞാൻ പറയുമ്പോൾ പലപ്പോഴും എൻ്റെ ആശയങ്ങൾ കൂടെ അതിനകത്ത് വരുന്നുണ്ട്, വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രവചനത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്യണം, വിവേചിക്കണം. വിവേചിച്ചിട്ട് നല്ലത് മാത്രം, അതായത് ക്രിസ്തുവിലേക്ക് പോയിന്റ് ചെയ്യുന്നതിനെ മാത്രം മുറുകെ പിടിച്ചിട്ട് ബാക്കിയുള്ളതിനെ കളയണം. അങ്ങനെ നല്ലതിനെ ഇന്ന് ചകഞ്ഞാൽ ഒന്നും കാണാറില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവാചകനോ ശുശ്രൂഷകനോ ഇന്ന് സഭയിൽ എഴുന്നേറ്റാൽ ആ സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുകയും സഭയിലെ മൂപ്പന്മാർ അവനെ വിവേചിക്കുകയും വേണം. ആ വിവേചിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ ആത്മാവല്ല, ഇത് നിന്റെ സോളിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ, ആണോ, ഓക്കെ, താങ്ക് യു ഫോർ ഡിസൈനിങ് ഇറ്റ് എന്ന് പറയാനുള്ള ഹംബിൾനെസ്സും കൂടെ ഈ ശുശ്രൂഷകർക്ക് വേണം. അതല്ലാതെ എന്നോട് ദൈവം പറഞ്ഞ നീ ആരുടെ ചോദിക്കാനെന്ന് സഭയിൽ പറയാൻ പാടില്ല. ഓക്കെ, ആ ഒരു വിധേയത്വം കൂടെ ശുശ്രൂഷകർക്ക് ഉണ്ടാകണം. ഓക്കെ, സഭയാണ് സുപ്രീം, സഭയുടെ എൽഡർഷിപ്പാണ്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ഇതെല്ലാം കാണേണ്ടത്. വചനത്തിന് വെളിയിലേക്കുള്ളത് നമുക്ക് ഒരു കാരണവശാലും എടുക്കുവാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ 4 ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണ്, 5 ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ 5 ശുശ്രൂഷകളുടെയും ഉദ്ദേശം കർത്താവിന്റെ സഭയുടെ കെട്ടുപണിയാണ്. ഓക്കെ, എന്താണ് സഭയുടെ പണി? ഇന്നൊരു ചർച്ചിന്റെ പ്രധാനപ്പെട്ട പണി എന്താണ്? നമ്മൾ ഇന്ന് കാണുന്ന ചർച്ചിന്റെ പ്രധാനപ്പെട്ട പണി, എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ 4 പള്ളികൾ പണിതിട്ടുണ്ട്, ആ പള്ളി പണിയാൻ നല്ലൊരു മേസ്തിരി മതി, നല്ലൊരു എഞ്ചിനീയർ മതി, പ്രവാചകനും ഇടയനും ശുശ്രൂഷകനൊന്നും ആവശ്യമില്ല. നല്ല മേസ്തിരി നല്ലൊരു എഞ്ചിനീയറും ഉണ്ടെങ്കിൽ ഏത് പള്ളിയും പണിയാണ്. അങ്ങനെ പള്ളി പണിത് കൂട്ടുന്ന തിരക്കിലാണ് ഇന്നും നമ്മൾ. ഇന്ന് അവിടുന്ന് പണം വരുന്നു, ഇവിടുന്ന് പണം വരുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളി പണിയാൻ ദൈവം ആലോചന തന്നു, ഇന്ന് ഇരിക്കാൻ സ്ഥലം കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ അടുത്ത പള്ളി പണിയാൻ പോകുന്നു. ഇരിക്കാൻ സ്ഥലം കുറവായിട്ട് പണിയുന്നതും കുറവാണ്. ഇന്ന് വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളുണ്ടായുമാണ് സഭ വളരുന്നത്. പക്ഷെ ഇന്ന് സഭ എന്നിട്ട് വന്നാൽ നിങ്ങൾ വളരാത്തതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ജനന നിരക്ക് വളരെ കുറവാണ്. 2 പേർ മരിക്കുമ്പോഴാണ് 2 പേരുണ്ടാകുന്നത്. അതിൽ 2 പേർ മരിക്കും, 2 പേരുണ്ടാവും, 2 പേരുണ്ടാകുമ്പോൾ 4 പേര് അമേരിക്കയിലും ഗൾഫിലും പോകും.
അങ്ങനെ വന്ന് വന്ന് സഭയിൽ ആളുകളില്ല, യൗവനക്കാരില്ലാത്ത അവസ്ഥ. യൗവനക്കാർ അവരവരുടെ വഴിക്ക് നടക്കുന്നു. അതുകൊണ്ട് സഭകൾ എന്ന് ഇന്ന് പറയുന്നിടത്തൊന്നും ഒരു ഗ്രോത്തോ ആത്മാവിൻ്റെ ഒരു വ്യാപാര ശക്തി ഒന്നും കാണാറില്ല. അപ്പൊ സഭാ പണി, ഇന്ന് ആകെയുള്ള സഭാ പണി എന്ന് പറയുന്നത് പഴയ കെട്ടിടമായി നമുക്ക് പുതിയത് പണിയാം, ഒന്ന് പെയിന്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കല്യാണം നടത്താൻ ഇതിന്റെ കൂടെ ഒരു ഓഡിറ്റോറിയം കൂടെ പണിയാം, അല്ലെ പാഴ്സണെ ഒന്ന് മോടി പിടിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കുന്നു, അല്ല ഒരു സ്റ്റഡി സെന്റർ തുടങ്ങാം, ഇങ്ങനെ ബൈബിൾ കോളേജ് തുടങ്ങാം. പിള്ളേരില്ല, പക്ഷെ കോളേജ് തുടങ്ങാം വിശ്വാസത്താൽ, ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് നോക്കാം. ഇങ്ങനെ പണം മുഴുവൻ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള കെട്ടിടം പണിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ കെട്ടിടം പണി നടത്താനും ഇന്ന് ഈ സഭയുടെ ഇലക്ഷൻസ് ഒക്കെ നടക്കുമ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവര് ഭരണപരിഷ്കാരങ്ങളൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത്. ഓക്കെ, ഈ ഭരണപരിഷ്കാരങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. അദ്ദേഹമാണ് ഈ കെട്ടിടം പണിതത്, അദ്ദേഹമാണ് അവിടെ ഓഡിറ്റോറിയം പണിതത്. ഇതാണ് കഴിവ്. അപ്പൊ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കണം. ഇതാണ് നമ്മുടെ പോളിസി. കഴിവുള്ളവരെ, മാനേജ്മെന്റ് എബിലിറ്റി ഉള്ളവരെയും തിരഞ്ഞെടുക്കണം. ഇതിനെയാണ് നമ്മൾ ഒന്നാന്തരം മിസ്രൈം എന്ന് പറയുന്നത്. അവിടെ ഭയങ്കര ജ്ഞാനമായിരുന്നു, നല്ല പണികളുമായിരുന്നു. ഫറവോന്റെ ഒക്കെ ആ ടോംബ് പണിതുപോലെ നമുക്ക് ഇന്നത്തെ കാലത്ത് പോലും പണിയാൻ പറ്റത്തില്ല. അതുപോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പൊ ഇന്നും അങ്ങനെയുള്ളവരെയാണ് സഭയ്ക്ക് ആവശ്യം. ദൈവത്തിന്റെ കൃപാവരങ്ങളുള്ളവരെ, ബലഹീനരെ, എന്നാൽ കർത്താവ് ഉപയോഗിക്കുന്നവരെ വെച്ചാണ് ദൈവം അവന്റെ സഭയെ പണിയുന്നത്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരു സഭ അങ്ങനെ മാത്രമാണ് പണിയാൻ സാധിക്കുള്ളൂ. അത് ദൈവത്തിന്റെ ശക്തിയാൽ പണിയപ്പെടുന്ന ഒരു സഭയെ ജയിക്കാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയില്ല. പാതാള ഗോപുരങ്ങൾ എല്ലാ അർത്ഥത്തിലും ശ്രമിക്കും, പക്ഷെ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതുപോലെ, നിങ്ങൾ ഒരുപക്ഷെ പലരും ഉണ്ടായിരുന്നില്ലായിരിക്കും, അറിയില്ല. പറഞ്ഞതുപോലെ സഭയ്ക്കെതിരെയും കുടുംബത്തിനെതിരെയുമാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ സാത്താൻ അഴിച്ചുവിടുന്നത്. കുടുംബ ബന്ധങ്ങൾ തകരുന്നതും സഭ തകരുന്നതും ഒരുപോലെ വേദനാജനകമാണ്. കുടുംബ ബന്ധങ്ങൾ തകരാതെ നോക്കേണ്ടതും എന്നാൽ കർത്താവിന്റെ ക്രമശിക്ഷണം ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. അതുപോലെ സഭയിലും ക്രിസ്തുവിന്റെ ദാനങ്ങൾക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ ആവശ്യമാണ്. അത് മനുഷ്യന്റെ സ്കില്ലിനാലാകരുത്, മനുഷ്യന്റെ എബിലിറ്റിയാലാകരുത്, അത് ബാബേൽ ഗോപുരമാകരുത്. അത് കർത്താവിന്റെ ആത്മാവ് പണിയുന്ന ഒരു പണിയായിട്ട് മാറണം. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇത്രയും ശുശ്രൂഷകൾ? നമുക്കൊരു ഓഫീസ് മാനേജ് ചെയ്യാൻ ഇത്രയും ശുശ്രൂഷകരുടെ ആവശ്യമില്ല. ഇവിടെ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കാം. ഒരു കാലത്ത് യാക്കോബ സഭയിൽ നിന്ന് അച്ഛന്മാരും വിശ്വാസികളും എല്ലാം കൂടെ ഇറങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസ്റ്റൽ ഉപദേശങ്ങളോടുകൂടി സ്ഥാപിച്ച ഒരു സഭയാണ് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു അച്ഛൻ, ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു അച്ഛൻ എന്നോട് പറഞ്ഞാണ്, ഞങ്ങൾ യാക്കോബ സഭയിലായിരുന്നപ്പോൾ പ്രാർത്ഥനകളും ബൈബിൾ വായനയും പ്രസംഗവും സുവിശേഷീകരണവും ഒക്കെ ആയിട്ട് നടന്നു. അന്നൊരു മാനസാന്തരപ്പെട്ട സമയത്ത്. അപ്പൊ സഭയ്ക്കകത്ത് തന്നെ ആൾക്കാരെ മാക്സിമം കർത്താവിലേക്ക് എത്തിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അപ്പൊ അവർ ഇറങ്ങിയപ്പോൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവരുടെ കൂടെ ഇറങ്ങാൻ. എന്നിട്ട് പറയാണ്, ഞങ്ങൾ സ്വന്തമായിട്ട് സഭ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ മെയിൻ പണി എന്ന് പറയുന്നത് അക്കൗണ്ട് നോക്കലും ട്രാൻസ്ഫർ നടത്തലും പ്രശ്നം പരിഹരിക്കലും കെട്ടിടം പണിയുമായിട്ട് മാറി. അങ്ങനെ കുറച്ചു നാൾ മുമ്പോട്ട് പോയപ്പോഴാണ് മനസ്സിലായത്, അന്ന് അനുഭവിച്ച സമാധാനവും ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ശുശ്രൂഷകൾ എങ്ങോട്ട് മാറി? കെട്ടിടം പണിയിലേക്ക് മാറി. ഇന്ന് സഭകൾക്ക് സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? അവർ സഭയിൽ നല്ല മിടുക്കന്മാരായ കഴിവുള്ള വിശ്വാസികളെ ഈ കെട്ടിടം പണിയും അക്കൗണ്ടിങ്ങും മാനേജ്മെന്റും എല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് അവർ പിന്നെയും പ്രസംഗത്തിലേക്കും ശുശ്രൂഷയിലേക്കും മാറാൻ വേണ്ടി അവരങ്ങനെ ചെയ്തു എന്ന് എന്നോട് പറയാനിടയായി. ഇതൊരു വലിയ പാഠമാണ്. സഭയുടെ പണി എന്ന് പറയുന്നത് കുറെ കഴിയുമ്പം അസോസിയേഷനായി, ട്രസ്റ്റായി, സൊസൈറ്റിയായി, അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലായി, അങ്ങോട്ടും ഇങ്ങോട്ടും പാരയായി, പ്രതിസന്ധിയായി, ഇങ്ങനെ സഭകളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ബലമേൽപ്പിക്കുന്ന ശുശ്രൂഷകളിലൂടെ സഭകൾ ശക്തിപ്പെടേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. ഞാൻ പല ഡെഡ് ചർച്ചുകളിലൂടെ നടന്നിട്ടുണ്ട്. നമുക്ക് ഭയം തോന്നും, ശ്മശാനത്തിൽ പോകുന്ന പോലെയാണ്. നിങ്ങൾ വിചാരിക്കും ഡ്രമ്മും സൗണ്ടും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതല്ല, ആത്മാവിൻ്റെ ചലനമില്ലാത്തതുകൊണ്ട്. സ്റ്റേജിൽ ശുശ്രൂഷകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒന്നും പ്രവഹിക്കുന്നില്ല. അവിടെ ഞാൻ പോയി നിന്നാലും ആര് പോയി നിന്നാലും ഒന്നും പ്രവഹിക്കുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഡെഡ് ചർച്ചുകൾ, അതായത് കർത്താവിൻ്റെ ആത്മാവിനോട് ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത സഭകൾ
നമ്മുടെ നാടുകളിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപകടകരമാണ്. നമുക്ക് നാളെ ഇത് സംഭവിക്കാം. എങ്ങനെ സംഭവിക്കാം? നമ്മൾ ലോകത്തിനുള്ളത് ചിന്തിക്കുമ്പം ബുദ്ധിമാന്മാർ പെരുകുമ്പോൾ സംഭവിക്കുന്ന അപകടമാണത്. ഓക്കെ, ഈ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ ബുദ്ധിമാന്മാർ പെരുകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം, എപ്പോഴും ഒരു മത്സരമുണ്ട് ഈ ബുദ്ധിമാന്മാർ തമ്മിൽ. ആർക്കാണ് കൂടുതൽ ബുദ്ധി എന്നുള്ളതാണ് ആ മത്സരം. അതുകൊണ്ട് തന്നെ ഒരു സഭ പണിത് കഴിഞ്ഞാൽ ഇത് തകരാതിരിക്കാൻ വേണ്ടി വേറെ ആരെയും അവർ അടുപ്പിക്കത്തില്ല. അതായത് ഇപ്പൊ ഞാനൊരു സഭയിൽ നല്ല ബുദ്ധിയുള്ളൊരു ശുശ്രൂഷനായിട്ടിരിക്കുമ്പം എൻ്റെ ബുദ്ധി ഭയങ്കര സൂപ്പർ ബുദ്ധി ആയിരിക്കുമല്ലോ. അപ്പം എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരാൾ വന്ന് എൻ്റെ ബുദ്ധി അട്ടിമറിച്ചാൽ പിന്നെ എനിക്ക് അവിടെ രാജാവായി തുടരാൻ കഴിയില്ല. അപ്പൊ നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഒരുത്തനെയും അടുപ്പിക്കാതെ, നിവൃത്തി ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ സഹോദരനെയും എൻ്റെ അപ്പനെയൊക്കെ ചേർത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അധികാരങ്ങൾ എവിടെ തന്നെ വെച്ചിരുന്നാൽ നമ്മുടെ ബുദ്ധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് അങ്ങനെ ഒരു പ്രതിഭാസവും കൂടെ ഉണ്ട്. ആന്ധ്രയിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരാൾ ഒരു ചർച്ച് ഉണ്ടാക്കി എന്ന് വെച്ചാൽ, അയാൾ ഒരു ചർച്ചല്ല ഉണ്ടാക്കുന്നത്, അയാൾ പല സ്ഥലങ്ങളിൽ പോയി ചർച്ചുകൾ പണിയും. അത് വളരെ എളുപ്പമാണ് അവിടെ. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് എന്തിനാ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പള്ളി പണിയും. അവർ ഓരോരുത്തർക്കും ഓരോ ചർച്ച് സ്ത്രീധനമാണ്. കല്യാണം കഴിക്കുമ്പം പെൺകുട്ടിയാണെങ്കിൽ ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഈ മരുമകനെ ഏൽപ്പിക്കും. അദ്ദേഹം എവിടെയെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് വന്ന ആളാണെങ്കിൽ അതിനു വേണ്ടിയാണ് പുള്ളി സഭ പണിയുന്നത്. ജീവിതം നിലനിന്ന് പോകാൻ വേണ്ടിയാണ്. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് തല പെരുക്കുന്നു. ബിക്കോസ് ദ ചർച്ച് ബിക്കംസ് ഹിസ് ഓൺ പ്രോപ്പർട്ടി. ഇവിടെ എറണാകുളത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഒരു പാസ്റ്റർ. അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. അദ്ദേഹം പറഞ്ഞാണ്, ആ മനുഷ്യൻ എന്നെ തട്ടിയിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ പാസ്റ്ററാകാനുള്ള പ്ലാനാണ്. അതെന്ത് മണ്ടത്തരമെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു ഭർത്താവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അദ്ദേഹം ചോദിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് ഞാൻ പാസ്റ്റർ അല്ലെങ്കിൽ ഈ സഭ വേണ്ട എന്നുള്ളതാണ്. അതിനർത്ഥം കർത്താവിന്റെ മണവാട്ടി അല്ലത്. പിന്നെ ആരുടെ മണവാട്ടിയാണ്? ഈ മനുഷ്യന്റെ ആണ്. ഇന്ന് പല സഭകളും ഒരാളുടെയാണ്. ഈ ഒരാളുടെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയല്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന കർത്താവ് നമുക്ക് നൽകുന്ന ദാനങ്ങളാൽ പണിയപ്പെടുന്നതാണ്. അതിന്റെ പൊട്ടൻഷ്യൽ അപാരമാണ്. അതായത് ഒരു സഭയ്ക്ക് എങ്ങനെയെല്ലാം ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അനേകരുടെ കൃപാവരങ്ങൾ ആത്മാവിന്റെ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ചു വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമായിട്ട് മാറുകയാണ്. ക്രിസ്തുവിന്റെ ശരീരമാകാൻ അതിനെ അനുവദിക്കാതെ ഒരു പാസ്റ്റർ എന്ന തലയുടെ ശരീരമായിട്ട് മാറുമ്പോൾ അതിന്റെ അധികാരം വളരെയധികം ചുരുങ്ങുകയും അത് ഒരാദമിന്റെ ബോഡി ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ് ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടങ്ങളിലൊന്ന്. അപ്പൊ ദൈവമാണ് നടത്തുന്നതെങ്കിൽ കൃപാവരങ്ങളിൽ ഉള്ള അനേകം ശുശ്രൂഷകരെ ഒന്നായിട്ട് സിങ്ക് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും. ആ ഒന്നായിട്ട് സിങ്ക് ആവുന്നതാണ് ശരിക്കും കർത്താവ് തന്നെയാണ് ഇത് നടത്തുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം. ശുശ്രൂഷകളുള്ളവരെല്ലാം ഒരേ ആത്മാവിൽ സിങ്ക് ആകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ, അല്ലാതെ പണത്തിന് വേണ്ടി ഒന്നിക്കാം, അല്ലെ, നമ്മൾ ഒന്നിച്ചു നിന്നാൽ സമ്പാദിക്കാന്ന് പറഞ്ഞ് ഒന്നിക്കുന്നവരുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ ഫോക്കസിൽ നിന്നുകൊണ്ട് ഒന്നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്നേഹത്തിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ട്. ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് അറിയുന്നത് ഈ യൂണിറ്റി. ആ യൂണിറ്റി ഇല്ലെങ്കിൽ നമുക്ക് സഭ തുടങ്ങേണ്ട കാര്യവും ഇല്ല, നടത്തിക്കൊണ്ട് പോകാനും പറ്റില്ല. സോ എൽഡർ ബോഡി അല്ലെങ്കിൽ ശുശ്രൂഷകരുടെ ബോഡി എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ശരിക്കും ഒരു സഭയുടെ ഏറ്റവും ഫൗണ്ടേഷനിലായിട്ടുള്ള ആ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ എന്നുള്ളത്? എന്ത് പണിയാണ് നടക്കുന്നത്? എന്ത് പണിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിലല്ല, നടക്കേണ്ടത് എന്ന് ചോദിക്കുന്നതായിരിക്കും ശരി. 12-ാം വാക്യം. അത് ഏത്? ഈ നിയമനങ്ങൾ. ഈ നിയമനങ്ങൾ എന്തിനു വേണ്ടിയാണ്? 12-ാം വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. എന്തിനു വേണ്ടിയാണ്? അവിടെ പറയുന്ന 2 ഐക്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
ഒന്ന് വിശ്വാസത്തിലുള്ള ഐക്യം, മറ്റൊന്ന് പരിജ്ഞാനത്തിലുള്ള ഐക്യം. അപ്പൊ ഈ ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണ്? ഈ 2 ഐക്യങ്ങൾ സഭയുടെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? എന്താണ് ഈ വിശ്വാസത്തിലുള്ള ഐക്യം? നമ്മൾ 4-ാം അധ്യായം വായിച്ചപ്പോൾ, 4-ാം വാക്യം, 4-ഉം 5-ഉം വാക്യങ്ങൾ വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ് വിശ്വാസത്തിന്റെ ഐക്യം ഉണ്ടാകണം. അപ്പൊ ഒന്നാണെങ്കിൽ പിന്നെ ഇനി എന്താ ഉണ്ടാകാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്നാണെങ്കിലും അതിന്റെ മെഷർ ഒന്നല്ല. അതായത് ഇപ്പൊ എനിക്ക് നിങ്ങൾക്കുള്ള വിശ്വാസം ഒന്ന് തന്നെയാണ്. നമുക്കായി കർത്താവ് മരിച്ചു, അവൻ നമുക്കായി പുനരുത്ഥാനം ചെയ്തു, എൻ്റെ പഴയ ജഡം അവനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഫെയ്ത്തിന്റെ പ്രാക്ടിക്കൽ ഫോം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും, അതിന്റെ നിർവചനം. അതിന്റെ പ്രായോഗികമായ ഫോമാണ് കാണാത്ത കാര്യം. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ അവൻ്റെ കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അവൻ പുനരുത്ഥാനം ചെയ്ത കർത്താവാണ്, ഞാൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയിലാണ് ജീവിക്കുന്നത്, ഒരു ദിവസം കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ഇത് ഫെയ്ത്തിന്റെ പ്രായോഗിക രൂപം. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇത് വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ എല്ലാവരുടെ മെഷർ ഒരുപോലല്ല. ചില ആൾക്കാർ വിശ്വാസം പറയുന്നുണ്ടെങ്കിലും ജീവനിലേക്ക് കിടക്കില്ല. ഞാൻ മരിച്ചു എന്ന് പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവനായിട്ട് വ്യാപരിക്കില്ല. വിളക്ക് കയ്യിലുണ്ടെങ്കിലും എണ്ണ കത്തില്ല, എണ്ണയില്ല. അപ്പോൾ അത് ചിലത് കരിന്തിരി കത്തും, ചിലത് ഇത്തിരി കത്തും, ചിലത് വല്ലപ്പോഴും കത്തും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശുശ്രൂഷകർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശുശ്രൂഷകളെല്ലാം ഈ വിളക്ക് നല്ലപോലെ തെളിഞ്ഞ് കത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് നമ്മൾ കർത്താവിന് വേണ്ടി ആ വിശ്വാസത്തിന്റെ യൂണിറ്റി, അതായത് ഒരു കാര്യം പറയുമ്പം, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുമ്പം എല്ലാവരും ഒരേ തോട്ട് പ്രോസസ്സിലോട്ട് വരുന്നതാണ് ആ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഐക്യം ഉണ്ടാകണം. അവിശ്വാസിയും ആയ ഭാര്യയാണ് ഭർത്താവാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. കോംപ്രമൈസ് അല്ല, ടോളറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ദേ ഡോണ്ട് സീ ദ വേൾഡ് ആസ് വി സീ ഇറ്റ്. അവർ കാണുന്ന ലോകം വേറെ ലോകം, നമ്മൾ കാണുന്ന ലോകം അല്ല കാണും. അപ്പൊ അവരോട് നമ്മൾ സിമ്പതി കാണിക്കുന്നത് വേറെ കാര്യം. അപ്പൊ അവരോടുള്ള സിമ്പതി എന്ന് പറയുന്നത് അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അപ്പൊ മനസ്സിലാകുന്നവരെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. ഇനി മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല, അപ്പോൾ പോലും അവർക്ക് വേണ്ടി മരിച്ചാൽ പോലും, അല്ലെ, കർത്താവ് എന്താ ചെയ്ത് നമുക്ക് വേണ്ടി മരിക്കുക ചെയ്തത്. അതിന് മണവാളിന് മണവാട്ടിയുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള സ്നേഹം, ആൾക്ക് വേണ്ടി എന്താ പറയുക, ഫുൾ ലവ്. വിശ്വാസിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള എഗ്രിമെന്റ് ആയിരിക്കും. അതാണ് പെർഫെക്റ്റ്ലി ക്രിസ്ത്യൻ മാരേജ് എന്ന് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും വിശ്വാസിയാണെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ഫെയ്ത്ത് എഗ്രിമെന്റ് ആണ്. അതായത് നമ്മുടെ രണ്ടുപേരുടെ രാജ്യമോ ഇഷ്ടമോ അല്ല, ക്രിസ്തു എൻ്റെ സ്ഥാനത്ത്, നമ്മുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നുള്ള നീതിയിലേക്കാണ് ഒരു ക്രിസ്തീയ കുടുംബം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കുടുംബത്തിനകത്ത് വിശ്വാസത്തിന്റെ ഐക്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു സഭയിൽ ആ ഐക്യം ഉണ്ടാവുക എന്ന് പറയുന്നത്, we all have one perspective what Christ would do. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് 2-3 ആവശ്യങ്ങൾ വരുവാണ്. ഒന്ന്, സഭയുടെ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം എന്ന് വെച്ചോ, അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കർ മേടിക്കാനാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരാൾ പറയാണ്, നമ്മുടെ ചർച്ചിൽ ഒരു വീട്ടിലൊരു ഇത്തിരി പ്രതിസന്ധിയുണ്ട്, 2 വിഷയങ്ങൾ മുമ്പിലോട്ട് വരുവാണ്. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ സ്വപ്നമാണ് ഞാൻ പ്രസംഗിക്കുന്ന പാടുന്ന പാട്ടും മൈക്കിൽ കൂടെ 4 പേര് കേൾക്കണമെന്ന്.
ഞാനതിനു വേണ്ടി വിടുതലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിധത്തിലാണ് ഈ പൈസ കിട്ടിയത്. അപ്പോഴാണ് വേറൊരു മുമ്പം പറയുന്നത്, അപ്പുറത്തെ വീട്ടില് നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു തന്റെ വീട്ടില് കുറെ പ്രതിസന്ധി ഉണ്ട്, കടമുണ്ട്, അവർ റെന്റ് അടച്ചിട്ടില്ല. അപ്പൊ ഈ രണ്ടുപേരിരുന്ന് എന്താ ആലോചിക്കുന്നുണ്ട്? എന്റെ സ്ഥാനത്ത് കർത്താവായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പറഞ്ഞു നോക്കിയാൽ രണ്ടുപേർക്ക് ഫെയ്ത്ത് ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കലിലേക്ക് വരുമ്പം ഒരാൾ ഇങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കുന്നത്, ദൈവത്തിനുള്ള കാര്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മനുഷ്യർക്കുള്ള കാര്യം. അപ്പൊ മറ്റയാൾ പറയും, യാഗത്തിലല്ല കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുന്നത് എന്താന്നുള്ളത് നീ പോയി പഠിച്ചിട്ട് പോ. കർത്താവ് അങ്ങനെ തന്നെ പറഞ്ഞേ, പോയി പഠിച്ചിട്ട് വരാൻ. അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. യാഗത്തിലല്ല കരുണയിൽ എത്ര ദൈവം പ്രസാദിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠപുസ്തകമാണ്. പഠിക്കാൻ കുറച്ച് പാടുള്ള ടഫായിട്ടുള്ള സിലബസാണ്. നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നതിനേക്കാളും കർത്താവിന് ഇഷ്ടം നമ്മൾ കരുണ കാണിക്കുന്നതാണ്. കാരണം അവർ ഗോഡ് ഈസ് ആൻ ഓൾ സഫിഷ്യന്റ് ഗോഡ്. അവന് മൈക്കില്ലെങ്കിലും സ്പീക്കർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമുള്ള ദൈവമല്ല. അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സഭയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ പാടാണ്, എന്നാലും ദൈവത്തിന് അത് ചെയ്യാൻ സാധിക്കും. അതിന് ദൈവം ഉപയോഗിക്കുന്നത് അവന്റെ കൃപാവരങ്ങളുള്ള ശുശ്രൂഷകരെയാണ്. ടു ബ്രിങ് ദ ഹോൾ ചർച്ച് ടു വൺ ഫെയ്ത്ത്. അതുപോലെ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത. ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞ പരിജ്ഞാനം കൂടെ ചേർത്താ പറഞ്ഞത്. പരിജ്ഞാനമാണ് വാട്ട് വുഡ് ജീസസ് ഡു. ഇൻ എവറിത്തിങ് വി ആസ്ക് ദിസ് വൺ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ജീസസ് ഡു? അതാണ് ക്രിസ്തുവിന്റെ പരിജ്ഞാനം. അപ്പൊ സഭയ്ക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ എനിക്ക് ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരാൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ പലരുടെ കുറച്ച് എല്ലാം കൂടെ കൂട്ടി കർത്താവിന്റെ പരിജ്ഞാനമാണ് നമ്മൾ അന്വേഷിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ പരിജ്ഞാനം സഭയുടെ ഒരു പ്രധാന തത്വമായിരിക്കും. വി ഫോളോ ക്രൈസ്റ്റ്. അപ്പൊ ഈ ലോകം ചിന്തിക്കുന്നവർ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ കർത്താവ് ചിന്തിക്കുന്നവരാണ് ചിന്തിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. ഓക്കെ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കോളം. ഈ തികഞ്ഞ പുരുഷത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ചിലപ്പോൾ വിഷമം തോന്നും. വൈ മെയിൽ? ഓക്കെ, അവിടെ സൺ ഓഫ് ഗോഡ് ടു മെച്യൂർ മാൻഹുഡ്. ഈ മാൻ എന്നുള്ള വാക്ക് പുരുഷൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ലിംഗ്വിസ്റ്റിക്കലി കറക്റ്റ്, ലാംഗ്വേജ് വൈസ് കറക്റ്റ്. പക്ഷെ മാൻ എന്നുള്ള വാക്ക് ശരിക്കും പുരുഷൻ മാത്രമല്ല, പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി. കർത്താവിന്റെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന പെർഫെക്റ്റ് ആണ്. അവിടെ ജാതി വ്യവസ്ഥയില്ല, പ്രജുഡീസസ് ഇല്ല, യാതൊരുവിധ കണ്ടീഷനും ഇല്ല. ഹ്യൂമാനിറ്റി. ഈ ഹ്യൂമാനിറ്റിയും ഹ്യൂമനിസവും രണ്ടുണ്ടാ. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഹ്യൂമൻനെസ് ആണ്, മനുഷ്യത്വം. ഓക്കെ, ഹ്യൂമനിസം എന്ന് പറയുന്ന വേറൊരു സാധനമാണ്. ഹ്യൂമൻ ബിക്കംസ് ദ സെന്റർ പോയിന്റ്. മനുഷ്യനായിരിക്കും ആ സിസ്റ്റത്തിലെ പ്രധാന സെന്റർ. ദൈവം പോലും മനുഷ്യന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനിരിക്കുന്ന ആളാണ്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഒരാളെ വിളിച്ചു, അദ്ദേഹത്തിന് ഇത്തിരി പൈസ കൊടുത്തു, അദ്ദേഹം ചെയ്തു. അതുപോലെ ദൈവവും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമുക്ക് ചില സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരാളാണ് ഹ്യൂമനിസം അനുസരിച്ച്. അപ്പൊ ദൈവം തന്നെ പ്രവർത്തിക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനുഷ്യന് ഇത്തിരി സുഖിക്കാൻ വേണ്ടിയും സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഈ പെർസ്പെക്റ്റീവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് വ്യാപിക്കുന്നത്. എന്നാൽ ഹ്യൂമനിസം അല്ല, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു മനുഷ്യത്വമാണ്. ഒരു മനുഷ്യൻ എങ്ങനെ പെരുമാറണം, ഹ്യൂമൻനെസ്, ഹ്യൂമെയിൻ എന്ന് പറയും. അതായത് ഒരു മനുഷ്യന്റെ പെരുമാറ്റം. യേശുക്രിസ്തു പെർഫെക്റ്റ് മാൻ ആയിരുന്നു. ഹി വാസ് എ പെർഫെക്റ്റ് മാൻ. ഹൗ ഹി ബിഹേവ്ഡ് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഹ്യൂമൻനെസ് അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ മനുഷ്യത്വം നമ്മൾ പ്രാപിക്കണം. കരുണ, മനുഷ്യനോടുള്ള കരുണ, ആർദ്ര കരുണ.
കരയുന്നവരുടെ കരയുന്ന കർത്താവിൻ്റെ ആ ഹ്യൂമൻ ബീയിങ്ങിനോടുള്ള കരുണ, ആ കരുണയിലേക്ക് നമ്മൾ എത്താൻ, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യത്വത്തിലേക്ക് നമ്മൾ എത്താൻ, ഓക്കെ, ആ ഒരു മനുഷ്യത്വത്തിലേക്ക് നമുക്ക് എത്താനാണ് ശരിക്കും ഈ ഒരു ഉപദേശം, അതായത് ഈ ശുശ്രൂഷകൾ നമുക്ക് പ്രയോജനപ്പെടുന്നത്. അതുപോലെ മെച്യൂർ മാൻഹുഡ്, ഒരു മനുഷ്യൻ പെരുമാറുന്ന പോലെ. ശരിക്കും ഒരു മെച്യൂർ മാൻഹുഡിന്റെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അവന് കാര്യങ്ങൾ പക്വതയോടെ നിർവഹിക്കാൻ കഴിയുന്നതാണ്. വികാരങ്ങളാൽ പിടിക്കപ്പെടാതെ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ വികാരങ്ങളാൽ ആണ് അവരെല്ലാം നടക്കുന്നത്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് കരയും, ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം അനുസരിച്ച്, അതായത് അവരുടെ പ്രകൃതം അനുസരിച്ച് അവർ ജീവിക്കുന്നത്. എന്നാൽ മെച്യൂർ മാൻഹുഡ് എന്ന് പറയുമ്പോൾ അവർക്കൊരു വ്യൂ പോയിന്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ക്രിസ്തുവിന്റെ വ്യൂ പോയിന്റ് ഉള്ള ആളുകളാണ് നമ്മൾ ശരിക്കും, ക്രിസ്തുവിന്റെ വ്യൂ പോയിന്റ് ഉള്ള ആളുകളാണ് ഈ മനുഷ്യത്വം, അവന്റെ തികഞ്ഞ പുരുഷത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കുന്ന വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഒരു ഉപദേശമായിട്ടാണ്. ഓക്കെ, അപ്പോൾ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ആ ഉപദേശം എന്താണ് ഇവിടെ പറയുന്നത്? 3.5 വർഷം കൊണ്ട് കർത്താവ് ഏത് പെർഫെക്ഷൻ ആണോ അനുസരണത്തിൽ തികച്ചത്, അല്ലെ, അവൻ അനുസരിച്ച് തികഞ്ഞവനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. മെയ്ഡ് പെർഫെക്റ്റ് ബൈ ഒബീഡിയൻസ് ത്രൂ സഫറിങ്. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ ആ ഒരു അനുസരണത്തിന്റെ തലത്തിലേക്ക് എത്താൻ, ആ പ്രായത്തിന്റെ സമ്പൂർണത എത്താൻ കർത്താവ് 3.5 വർഷം എടുത്തെങ്കിൽ നമ്മൾ എത്ര വർഷം എടുക്കുമായിരിക്കും? 35, 50, 70, 90, 500. പക്ഷെ സഭ ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ടു ഹാവ് എ പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. വേറൊരു ഭാഷയെ പറഞ്ഞാൽ ടു മേക്ക് എവ്രി വൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ സകല മനുഷ്യരെയും തികഞ്ഞവനാക്കേണ്ടതിന് കർത്താവിന്റെ പെർഫെക്ഷൻ നമ്മുടെ ശരീരങ്ങൾ, ഇതിനു വേണ്ടിയാണ് ഓരോ സഭയും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ സഭയിലെ ഒരു അംഗത്തെ ഇങ്ങെടുത്താൽ, യു ഇമാജിൻ വൺ പേഴ്സൺ ഇൻ യുവർ ചർച്ച്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നന്നാകാത്ത ഒരാളെ സങ്കല്പിച്ച് നോക്കി, എന്നിട്ട് അവനെ നോക്കിയിട്ട് പറഞ്ഞ്, ക്രിസ്തുവിൽ നിന്നെ തികഞ്ഞവനാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സഭയുടെ ഒരു അവയവമായിട്ടിരിക്കുന്നത്. നിന്നെ പുറത്താക്കി സഭയൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിരിക്കുന്നതല്ല ഞാൻ. ഇങ്ങനെയുള്ള 3-4 പുറത്താക്കിയാൽ ഇവിടെ ഉണർവുണ്ടാവുള്ളൂ. ആ ഉണർവ് വേണ്ട. ആ 4 നന്നായി കണ്ടാൽ മതി. ആശുപത്രിയിലുള്ള ഏറ്റവും മോശം ഒരു 5-6 രോഗികളെ പറഞ്ഞു വിട്ടിട്ട് ആശുപത്രിയിൽ ഇപ്പോൾ ഉള്ളവരെല്ലാം ആരോഗ്യമുള്ളവരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരാൾ രോഗിയാണെങ്കിൽ ആ രോഗി ആ മെച്യൂരിറ്റി പ്രാപിക്കാൻ വേണ്ടി, ഓരോ മനുഷ്യരെയും നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ മെച്യൂരിറ്റി അവർ പ്രാപിക്കണം എന്നുള്ള കാഴ്ചയോടെ നമ്മൾ നോക്കണമെന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ശുശ്രൂഷകളെല്ലാം ഓരോ മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു തെറ്റ് കാണുമ്പോൾ അവന്റെ കുറ്റം 4-5 പേരോട് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. നിങ്ങൾക്കറിയാമോ ഈ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ഇന്ത്യ അമേരിക്ക തമ്മിൽ ഇപ്പം നല്ല കൂട്ടാണ്. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നു കൂട്ട്. അപ്പൊ ഇന്ത്യ എന്ത് പറഞ്ഞാൽ അമേരിക്ക ഒരു ഒബ്ജക്ഷനായിട്ട് വരുമായിരുന്നു, ഒരു വഴക്കുമായിട്ട്. പക്ഷേ നമുക്ക് നല്ല ധൈര്യമായിരുന്നു. ഇപ്പുറത്തെ വലിയൊരു രാജ്യം സോവിയറ്റ് യൂണിയൻ കൂടെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ രാജീവ് ഗാന്ധി, അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി, സോവിയറ്റ് യൂണിയനിലെ ആന്ത്രപ്പോവും ഗർബച്ചവും ഒക്കെ ആയിട്ട് സംസാരിക്കും. അമേരിക്കയുടെ കുറ്റമായിരുന്നു പറയുന്നത്. അങ്ങനെയായിരുന്നു അന്ന്. ആ കുറ്റം പറഞ്ഞു ഇവർ സ്ട്രോങ് ആയത്, അല്ലേ? കുറ്റം പറഞ്ഞു സ്ട്രോങ്. നിങ്ങൾ 3-ാമതൊരാളുടെ കുറ്റം പറഞ്ഞാൽ ഈ 2-ാമത്തെ ആളോട്ട് നിങ്ങൾ കൂടും, വർദ്ധിച്ചു വരും. ഇപ്പൊ അമേരിക്ക ഇന്ത്യയുടെ കൂട്ടുകൂടിയിരിക്കുന്ന പാകിസ്ഥാനെയും ചൈനയും കുറ്റം പറഞ്ഞുകൊണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് കുറ്റം പറയാൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് ഭർത്താവിന്റെ അമ്മായിമ്മയുടെ അമ്മായിപ്പന്റെ കുറ്റം ഭർത്താവിന്റെ അപ്പന്റെ അമ്മയുടെ കുറ്റം ഭാര്യ പറയുമ്പം ഭർത്താവ് ആണോ ആഹാ എന്നൊക്കെ പറഞ്ഞാൽ മതി. ആ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവും. നിങ്ങൾ ആലോചിച്ച്, അത് ശരിയാണെന്ന് പറഞ്ഞ് കേട്ടാ നമുക്ക് പരസ്പരം ഒന്നിച്ചിരുന്ന ഒരാളുടെ കുറ്റം പറയാമെങ്കിൽ അത് ഭയങ്കര ബോണ്ടിങ്. ഈ ബോണ്ടിങ് ആത്മീക തലത്തിലുണ്ട്.
എന്നിട്ട് മൂന്നാമതൊരു വിശ്വാസിയുടെ കുറ്റം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും ഒരു ബോണ്ടിങ്ങും. ഇതിനു പകരം ഓരോ മനുഷ്യനെയും വിശുദ്ധനാക്കാൻ വേണ്ടിയുള്ള നിലവിളിയോടുകൂടെ നമ്മൾ സമീപിച്ചാൽ നമുക്ക് ഒത്തിരി അടുത്ത് കർത്താവിൻ്റെ പരിജ്ഞാനം ലഭിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഹൗ വുഡ് ജീസസ് ലുക്ക് അറ്റ് ഈച്ച് സിറ്റുവേഷൻ എന്നുള്ള പരിജ്ഞാനത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ബോണ്ടിങ് ഉണ്ടാക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് മിഷൻ സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ 1.5 വർഷം വർക്ക് ചെയ്തുള്ളൂ. അതിനു മുമ്പേ ഇറങ്ങി ഓടേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവസാനം വർക്ക് ചെയ്ത മിഷൻ സംഘടനയെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ഞാൻ അവസാനം 9 വർഷം ജീസസ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ സംഘടനയിൽ വർക്ക് ചെയ്തു. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ 2 പേര് കൂടിയ കർത്താവിനെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം ഞാൻ കൂടിയെടുത്ത് 2 പേര് കൂടിയാൽ ഉറപ്പായിട്ടും അവരുടെ നേതാക്കന്മാരുടെ കുറ്റം പറയുമായിരുന്നുള്ളൂ. അത് ഇന്ന് അവരെ കണ്ടാലും അങ്ങനെ തന്നെയാണ്. ദർ ഓൾ ഫ്രസ്ട്രേറ്റഡ്. അവർ കുറ്റം പറഞ്ഞ് ബോണ്ടിങ് ആയവരാണ്. നമ്മുടെ ഇടയിൽ കുറ്റം പറഞ്ഞ് ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്, പരിജ്ഞാനമില്ലായ്മയാണ്. 2 പേര് പരസ്പരം സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് അത് ക്രിസ്തുവിൻ്റെ ഐക്യമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ സഭ ഒന്നായിട്ട് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമുള്ള ഒരു സംഘമായിട്ട് മാറുമ്പോഴാണ് അതൊരു നെറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഓരോ ശുശ്രൂഷകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. അതെല്ലാം കർത്താവ് ഉയരങ്ങളിൽ നിന്ന് നൽകിയ ദാനങ്ങളാണ്. ഉയരങ്ങളിൽ നിന്ന് നൽകിയ ദാനം, അതായത് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ഇപ്പോൾ കണ്ടോ അതെങ്ങനെ സിങ്കാവുന്നത്? കർത്താവ് അനുസരണത്തിൽ തികഞ്ഞവനായി ക്രൂശില മരണത്തോളം താഴ്ത്തി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ തുടർച്ചയായിട്ട് പറയാണ്, അതേ മെച്യൂർ മാൻഹുഡ് എനിക്ക് ലഭിക്കേണ്ടതിന്, അതേ തികവ് 3.5 വർഷം കൊണ്ട് കർത്താവ് നേടിയ തികവ്, അതേ തികവ് എനിക്ക് ലഭിക്കേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? അവൻ ആകാശത്തിലേക്ക് കയറി, സകലത്തിനും മീതെ കയറി, സ്വർഗാദി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അവൻ എനിക്ക് ആ നല്ല ദാനങ്ങളെ വിതരണം ചെയ്തു. അവൻ്റെ സ്പോയിൽസ് അവൻ എനിക്ക് പങ്കുവെച്ചു തന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച. ഓക്കെ, 9-ാം വാക്യം. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നിട്ടും കൂടെ അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. ഓക്കെ, 12-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. ആ പങ്കിടലാണ് അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഹൗ പ്രൊഫറ്റിക്, ഹൗ ട്രൂ. അപ്പോൾ ആ വലിയൊരു കൊള്ള പങ്കിടലാണ് അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ഭയങ്കര ബലവാന്മാരാണ്. കർത്താവ് നമ്മളെ ഭയങ്കര ബലവാന്മാരാക്കി മാറ്റി. എന്നിട്ട് അവൻ പറയാം, മഹാന്മാരും ബലവാന്മാരും ആക്കി ആരെയാ മാറ്റിയത്? നമ്മളെ മാറ്റിയത്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ കൊള്ള നമ്മളോട് പങ്കിട്ടു. അതെങ്ങനെ നമ്മൾ ബലവാന്മാരായത്? നമ്മൾ ഒരു ബലമില്ലാത്തവരാണ്. പക്ഷെ അവൻ്റെ മരണത്താൽ അതിക്രമങ്ങൾ വഹിക്കപ്പെട്ടു എന്നുള്ളതിനാൽ നമ്മൾ സമ്പന്നന്മാരായി മാറി. പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ സമ്പത്ത് അവൻ നമുക്ക് ദാനം ചെയ്തു. ആ ദാനങ്ങളെല്ലാം അവൻ്റെ പെർഫെക്റ്റ് മെച്യൂരിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ദാനങ്ങളാണ്. ഈ ദാനങ്ങൾ സഭകളെ സമ്പന്നമാക്കണം. അതിനു വേണ്ടിയാണ് ഓരോ ശുശ്രൂഷകളെയും കർത്താവ് ഏൽപ്പിക്കുന്നത്.